ലിൻഡോ, അവിടെ നിന്നുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അവിടെ പറയാനുണ്ടോ? അല്ല, ഇവിടെ ഇപ്പോൾ 2 ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തന്നെയാണ്. എക്സാക്ട് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും നേരത്തെ രാവിലെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായിട്ടും ആർമിയുടെ നേതൃത്വത്തിൽ മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള യൂണിറ്റാണ് അത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്തിരുന്ന ആ സ്പോട്ടിൽ നേവിയുടെ ടീമുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ മണ്ണ് കൂടിക്കിടക്കുന്ന സ്ഥലത്ത് മറുകരയിൽ നേവിയുടെ ടീമുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ആക്സിഡന്റ് സോണിൽ നിന്നുകൊണ്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. 2 തവണ ആർമിയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ ഇറങ്ങി ചെന്നു എന്നാണ് അവർ പറയുന്നത്. അവർ അതിന്റെ അടിത്തട്ടിലേക്ക് എത്തുന്നു, ട്രക്കുള്ള ഭാഗത്തേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ലല്ല, അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. അവരിപ്പോൾ നിലവിൽ എന്താ വെച്ചാൽ ആ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതേ ഉള്ളൂ, അത് ചെയ്തിട്ടില്ല. അങ്ങനെ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ലൊക്കേഷനിലേക്ക് അവർ എത്തിയിട്ടില്ല ഇതുവരെയായിട്ട്. ആ ലൊക്കേഷനിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 2 ഡ്രോണും ഇപ്പം അവിടെ ഉണ്ട്. 2 ഡ്രോണും വെച്ചിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാപ്പിംഗ് നടക്കും. അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. ഇല്ല, ഡ്രോൺ ഇപ്പോൾ വളരെ സ്റ്റേബിളാണ്. എന്താണ് മുന്നോട്ടും പുറകോട്ടും പോകുന്നതിന് വളരെ സ്റ്റേബിളായി തന്നെ ഡ്രോണിന്റെ മൂവ്മെന്റ് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രതികൂലമായ രൂപത്തിലല്ല ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് കാലാവസ്ഥയുള്ളത്. ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ ട്രക്കുമായിട്ട് ഇല്ല, അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രവർത്തനമാണ് ഡ്രോൺ ഉപയോഗപ്പെടുത്തി അവർ ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് പോലെ എന്താണ് വലിയൊരു മെറ്റൽ കണ്ടന്റിന്റെ ഒരു സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ എക്സാക്ട് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഇപ്പോൾ 2 ടൈപ്സ് ഓഫ് ഡ്രോണാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തി ഐഡന്റിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ.